ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു തക്കാളി കറിയാണ്. ശരിക്കും ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോറിന് അധികം കറികളൊന്നും വേണ്ട, നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത്. നമുക്കിനിയും തക്കാളി കറി ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ്. അത് ഓരോന്നും 8ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. 8ആയിട്ട് മുറിച്ച് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് 4 മീഡിയം വലിപ്പത്തിലുള്ള പച്ചമുളക്, അതിലൊരെണ്ണം മാത്രമേ ഉള്ളൂ ഇച്ചിരി വലുത്. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത് ഇത്രയും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവണം. നിങ്ങൾക്ക് ഇങ്ങനെ പാത്രത്തിൽ വെച്ച് വേവിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ തക്കാളി കറക്റ്റായിട്ട് വെന്ത് കിട്ടും. പക്ഷേ നമ്മൾ ഒറ്റ വിസിൽ അടിച്ച് കഴിയുമ്പോൾ ഉടനെ അതിൻ്റെ പ്രഷർ മുഴുവൻ തനിയെ പോകാൻ നിൽക്കാതെ അപ്പം തന്നെ അതിൻ്റെ വെയിറ്റ് അങ്ങ് മാറ്റി ആ അടപ്പ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു പാകത്തിന് നമുക്ക് കിട്ടും. ആ തക്കാളിയൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തക്കാളിക്കറിക്ക് വേണ്ട അരപ്പെടുക്കാമേ. അതിന് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് തേങ്ങയിലോട്ട് 2-3 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഒരു 3-4 കൊച്ചുള്ളിയും, ഞാനൊരു വലിയ വലിപ്പത്തിലല്ലാത്ത ഒരു 3-4 കൊച്ചുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. വലിയ ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ 1-2 പച്ചമുളക് അല്ലെങ്കിൽ വലിയ ഒരു പച്ചമുളകും കൂടെ ചേർക്കാം. പക്ഷേ തക്കാളിക്കറിക്ക് എരിവ് ഒരുപാടങ്ങ് മുമ്പിൽ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് തക്കാളിക്കറിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാമേ. നമ്മുടെ തക്കാളി കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് വെന്ത് ഉടയാതിരിക്കാൻ ശ്രദ്ധിക്കണേ. നിങ്ങൾ പ്രഷർ കുക്കറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പുറത്ത് വേവിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ കഷ്ണങ്ങൾ തീരെ അങ്ങ് അലിഞ്ഞില്ലാതായി പോവല്ല. ഇനിയിപ്പം നമ്മൾ വെന്തിരിക്കുന്ന ആ തക്കാളിയിലോട്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന് ആ അരപ്പ് ഫുള്ളായിട്ട് ചേർക്കുക. പിന്നെ ആ അരച്ച് മിക്സിയുടെ ആ ഒരു ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. പക്ഷേ ചേർക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, സ്റ്റൗ ഓഫാക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടേ ആ അരപ്പ് ചേർക്കാവുള്ളൂ. ഒരു കാരണവശാലും ആ ഒരു അരപ്പ് അങ്ങ് വെന്തു പോവില്ല, നന്നായിട്ട് ചൂടാവുകയേ ചെയ്യാവുള്ളൂ. പിന്നെ അതിനു മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആവശ്യത്തിന് ആ തക്കാളി വെന്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നല്ല തീയിലിട്ടിട്ട് നല്ല ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ആ ഒഴിച്ച വെള്ളത്തിൻ്റെ ആ ഒരു പകുതി ഒന്ന് വറ്റി കഴിയുമ്പോഴേ നമ്മൾ ഈ അരപ്പും കൂടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കുറുകിയ ഒരു ഗ്രേവി കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ആ ഒരു ഗ്രേവി നമുക്ക് എന്തുമാത്രം വേണം, എന്തുമാത്രം കുറുകിയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒഴിച്ച വെള്ളം അതുപോലെ തന്നെ കിടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുറുകിയിരിക്കുന്ന ഒരു തക്കാളിക്കറി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഒരു 1-1.5 ടീസ്പൂൺ എണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കടുകും, ഒരു 4-5 ചുവന്നുള്ളി മുറിച്ചതും, വലിയൊരു വറ്റൽമുളക് മുറിച്ചതും, 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് താളിച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാന്തരം തക്കാളിക്കറി റെഡിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഒറ്റ കറി മാത്രം മതി നമുക്ക് നല്ല തൃപ്തിയായിട്ട് ചോറുണ്ണാനായിട്ട്. എല്ലാവരും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും തക്കാളിക്കറി ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്